നമസ്കാരം. നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്ന ഒരു രോഗിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് മെഡിക്കൽ കോളേജിൽ പോകേണ്ടതില്ല. സാമാന്യ ബോധം മാത്രം മതി. എന്നാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ അധികൃതർക്ക് അതില്ലാതെ പോയതിന്റെ ദുരന്ത ഫലമാണ് 52 വയസ്സുകാരനായ രാജേഷിന്റെ ദാരുണ മരണം. സമതൽ കടുത്ത ഭാഷയിൽ ആരോഗ്യവകുപ്പിനെയും ആശുപത്രി അധികൃതരെയും വിമർശിച്ചുകൊണ്ട് പ്രമുഖ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി എത്തിയ രോഗി മരിച്ചതിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. രോഗിയെ OP ടിക്കറ്റിനായി ക്യൂവിൽ നിർത്തിയതും അടിയന്തര ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതും ഗുരുതര അനാസ്ഥയാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. രോഗിയുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും സ്വീകരിച്ച ഈ നടപടികൾക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറിപ്പിൽ ആവശ്യപ്പെട്ടു. എന്തായാലും ചർച്ച ചെയ്തതോടെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. സംഭവത്തിൽ ജീവനക്കാർക്ക് അനാസ്ഥ ഉണ്ടായെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. നെഞ്ചുവേദനയുമായി വരുന്നവരെ ഇങ്ങനെയല്ല ചികിത്സിക്കേണ്ടത്. ക്യൂവിൽ നിർത്തിയും OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടുമല്ല നെഞ്ചുവേദന കൈകാര്യം ചെയ്യേണ്ടത്. നിമിഷങ്ങൾ കൊണ്ട് രോഗി ഹൃദയസ്തംഭനം വന്ന് മരണത്തിലേക്ക് പോകുമെന്ന് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അടിയന്തരമായി എമർജൻസി വിഭാഗത്തിലും ICUവിലും അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷിക്കേണ്ടതായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കുറിപ്പ് നൽകിയത്രേ. ഒരു ജനറൽ ആശുപത്രിയിലാണ് സംഭവം. ഹൃദയസ്തംഭനത്തിലേക്ക് നീങ്ങുന്ന രോഗിക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ലെറ്റർ നൽകുന്നു. 1 മണിക്കൂർ എടുക്കും മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ. സീരിയസ് രോഗികളെ അങ്ങനെയല്ല റെഫർ ചെയ്യേണ്ടത്. ശക്തമായ അന്വേഷണവും നടപടികളും ആവശ്യമാണെന്നും ഡോക്ടർ ഹാരിസ് പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിക്കുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജോലി സ്ഥലത്തു നിന്നാണ് രാജേഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് സെക്യൂരിറ്റി ജീവനക്കാരൻ കേൾക്കാൻ തയ്യാറായില്ലെന്നും ക്യൂവിൽ നിൽക്കണമെന്നും ആണ് പറഞ്ഞതെന്നും രാജേഷിന്റെ ബന്ധുക്കൾ പറയുന്നു. വേദനയോടെ രാജേഷ് ക്യൂവിൽ നിന്നു. ഇതിനിടെ ഭാര്യ എവിടേക്ക് എത്തി. അതിനുശേഷം രാജേഷിനെ ഒരു കസേരയിലിരുത്തി. തൊട്ടു പിന്നാലെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതിനുശേഷമാണ് ഡോക്ടർ എത്തി പരിശോധിച്ചത്. തുടർന്ന് ECG എടുത്തു. ഹൃദയാഘാതം സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ഹൃദയാഘാതം സംഭവിച്ചാൽ നൽകേണ്ട പ്രാഥമിക ചികിത്സ പോലും ലഭ്യമാക്കിയില്ല. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആംബുലൻസ് എത്തിയപ്പോഴേക്കും രാജേഷ് മരിക്കുകയുമായിരുന്നു എന്നും ബന്ധു പറഞ്ഞു. 52 വയസ്സ് മാത്രമേ രാജേഷിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആശുപത്രി അധികൃതർ ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നാലെ ആശുപത്രി അധികൃതരും രാജേഷിന്റെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി രാജേഷിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചു. ഇതിനിടെ ആശുപത്രി സൂപ്രണ്ട് ജോയ് ജോണും സ്ഥലത്തെത്തി. രോഗിയുടെ ബന്ധുക്കളും ഡോക്ടർമാരുമായും സൂപ്രണ്ട് സംസാരിച്ചു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. നെയ്യാറ്റിൻകരയിലാണ് സംഭവം. 52 വയസ്സുകാരനായ ഒരു വ്യക്തിക്ക് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുമ്പോൾ നെഞ്ചുവേദനയാണ്, അത് ഹൃദയാഘാതമാകാനുള്ള സാധ്യതയാവാം എന്നെങ്കിലുമുള്ള ഒരു സാമാന്യ ബോധത്തിൽ ചിന്തിച്ചുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാമായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ക്യൂ പാലിക്കണം എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്യാഹിതമായ ഒരാൾ വരുന്ന സമയത്തും ഇതേ രീതി പിന്തുടർന്നാൽ അത് മര്യാദയല്ലാതെയായി മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും അന്വേഷണ വിധേയമായി സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ആ ജീവൻ ഇനി തിരിച്ചു വരികയില്ല. കടുത്ത നടപടികൾ എടുക്കേണ്ടതുണ്ട്.